ആദിൽ പാലോട് നമ്മളോട് പങ്കുവച്ചത്. ഇനി കാസർകോട്ടെ ഒരു കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ, ഈ കാസർകോട് കുളത്തൂർ ഗ്രാമത്തിലും വന്യജീവി ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രദേശത്ത് പുലിയെ തുരങ്കത്തിൽ കണ്ടെത്തിയത്. തുടർന്ന് മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ പുലി ചാടിപ്പോയി. അതേസമയം ജില്ലയിൽ അടിയന്തര സാഹചര്യങ്ങളിൽ പുലിയെ പിടിക്കേണ്ട സംവിധാനങ്ങളില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ RRT സംഘം എത്തുന്നത് വയനാട്ടിൽ നിന്നാണ്. അതും 1 മണിക്കൂറിനകം മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും കുളത്തൂർ പ്രദേശവാസികൾ പരാതി പറയുകയാണ്. അർച്ചന രവീന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടൊന്ന് കാണും. വന്യമൃഗശല്യം രൂക്ഷമായുള്ള കാസർഗോഡ് കുളത്തൂർ പ്രദേശത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പ്രദേശത്ത് നിരവധി തവണ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്ത്, പന്നി മുതലായ ഒരുപാട് ജീവികൾ മനുഷ്യവാസങ്ങളിലേക്ക് വരികയും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കും അടക്കമുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ ഈ പ്രദേശത്തെ ആളുകൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ, പുലിയുടെ സാന്നിധ്യം ഒക്കെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരു പുലിയടക്കം ചാടിപ്പോയ ഒരു കേസൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഒരു മാസത്തിലധികമായി ഇപ്പോൾ ഈ സംഭവം നിങ്ങൾ സൂചിപ്പിച്ച പോലെ പുലിയുടെ വലിയ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വന്യമൃഗം, പന്നി, അതുപോലെ കാട്ടുപോത്ത്, കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. സാധാരണ കർഷകരുടെ ഏറ്റവും വലിയ പ്രയാസമാണ് കുരങ്ങൻ്റെ, അതുപോലെ പിന്നെ മയിലിൻ്റെ മറ്റൊരു ഭാഗത്ത് സാധാരണ കർഷകർക്ക് ഏറ്റവും പ്രയാസപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുലിനെ കയ്യിൽ വരെ കിട്ടി. പക്ഷേ ഈ വഴുതി പോകുന്നൊരു സാഹചര്യം അടക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം 7 മണിയോടുകൂടി നമ്മളെല്ലാം അവിടെ എത്തുകയും പുലർച്ചെ 5 മണി വരെ ഫോറസ്റ്റ് ഓഫീസർ അധികൃതരെല്ലാം ഈ പുലിയെ പിടികൂടാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുകയും അവസാനം പുലിയുടെ വഴിക്ക് പോകുന്ന സ്ഥിതി ആയിട്ടാണ് ഉണ്ടായത്. ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം വളരെ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഇപ്പോൾ കഴിയുന്നത്. എന്നാലും അതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന പ്രതീക്ഷയുണ്ട്. അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നലെ പോലും എൻ്റെ വീട്ടിൻ്റെ അടുത്ത് പുലി സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ അടക്കം പിന്നെ ഭക്ഷിക്കുന്ന രീതിയിൽ വളർത്തുമൃഗങ്ങൾ നായകളെ അടക്കം ഭക്ഷിക്കുന്ന സ്ഥിതിയാണുള്ളത്. വനം വകുപ്പിൻ്റെ അവിടെ നിന്ന് സ്വീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ വരുന്നുണ്ട്, കാൽപാദം മുതൽ നോക്കിയിട്ട് പോകുന്നുണ്ട്. അതിലൊരു പ്രതികരണം അവർ തരുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ മിനിഞ്ഞാന്നും കൂടി കണ്ടു നായിനെ വൈകിട്ട് നമ്മളെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലേക്ക് നായി പാഞ്ഞു കയറി. നായി പുറത്തു ചെയ്യുന്നില്ല എന്തുണ്ടായാലും. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ നടന്നൊരു ടോർച്ച് പിടിച്ച് നോക്കുമ്പോൾ ഈ സംഭവം ഞാൻ ലൈവായിട്ട് കണ്ടു. പുലിയാണ്, ഡയറക്റ്റ് പുലിയാണ് ഞാൻ കണ്ടത്. മയക്കുവെടി വെച്ചിട്ട് പുലി ചാടിപ്പോയ കേസ് ഉണ്ടായിരുന്നു. അതിനുശേഷം കൂട് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടെന്ന് പറയുന്നുണ്ട്. നമ്മളെ കണ്ടില്ല, അങ്ങനെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് 4 ദിവസം ആയതേ ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ സംഭവം അത് പോയിട്ടില്ല. സംഭവം നാട്ടിൽ നിന്ന് പോയിട്ടില്ല. 4 ദിവസമായി ഈ സംഭവം ഞാൻ പറയുന്ന സംഭവം. പുലികൾ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഒരു 1/2 ഡസനിലധികം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നുള്ളത്. അത്രമാത്രം എല്ലാ പ്രദേശത്തും എല്ലാ വിഭാഗം ആളുകളും പറയുന്നുണ്ട്. ഇന്നലെ രാത്രി 9 മണിക്ക് ഇവിടെ ഉണ്ടായിരുന്നു, 8:30 മറ്റ് 2 കിലോമീറ്റർ മാറി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സംഭവം കൃത്യമാണ്. ഇവർക്ക് നിലവിലിപ്പോൾ ബോധ്യമായിട്ടുണ്ട് പുലികൾ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. കാരണം ഇവിടെ 2 കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒന്ന് കളവയിൽ കരിമങ്ങാനം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കല്ലളി ഭാഗത്ത് ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇന്ന് ഞാൻ ഇവിടെ കുടുങ്ങിയ പുലി കുടുക്കിനകത്ത് കുടുങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ അത് ഏതെങ്കിലും കാരണവശാൽ ആ പുലി കൊല്ലപ്പെടുകയായിരുന്നെങ്കിൽ ആ സ്ഥല ഉടമക്കെതിരെ 100% കേസ് എടുക്കുമായിരുന്നു എന്നാണ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത്. ഏതെങ്കിലും കാരണവശാൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ആ സ്ഥല ഉടമക്കെതിരെ കേസെടുക്കും. പുലി രക്ഷപ്പെട്ടുകൊണ്ട് സ്ഥല ഉടമയും രക്ഷപ്പെട്ടു. അതാണ് ഇപ്പോൾ അന്നത്തെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അത് വനം വകുപ്പിൻ്റെ ശക്തമായ നടപടി സ്വീകരിക്കുന്നു എന്നാണ് അവർ അറിയിക്കുന്നുള്ളത്. പ്രാദേശികമായിട്ട് പിന്നെ ദിവസവേതനക്കാരൊക്കെ കൂട്ടിയിട്ടാണ് അവർ ഇപ്പോൾ ആൾക്കാർ തികയുന്നില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറേ കൂടെ ആൾക്കാരെ കൂടുതൽ ഇവിടെ വിന്യസിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, 2 മാസത്തിലധികമായി നമ്മുടെ ഈ റിസർവ് മുളിയാർ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് പുലിനെ കാണുന്നത്. എന്തായാലും അവർ പറഞ്ഞ ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തായാലും കാസർഗോഡ് ജില്ല എന്ന് പറയുന്നതും പുലിവീതി തന്നെയാണ്. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പുലി ആക്രമണങ്ങൾ ഈ വളർത്തുമൃഗങ്ങൾക്കെതിരെ, അതുപോലെ തന്നെ അങ്ങനെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അധികൃതർ എല്ലാം കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.